നിനക്ക് പറ്റില്ല. ഈ വാക്ക് കേട്ടിട്ട് നിർത്തിയവരുമുണ്ട്, കേട്ടിട്ട് ജയിച്ചവരുമുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത്? നിങ്ങൾ ജയിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിലേറെ ഞാനത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യം ആരംഭിക്കാൻ നമ്മളെ പുറകിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ കേൾക്കാറുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ആരംഭിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിനക്കത് പറ്റില്ല, നിനക്കത് സാധിക്കില്ല എന്ന് നമ്മളെ പിന്നിൽ നിന്ന് പറയും. ചിലർക്കാകട്ടെ അത് കേൾക്കുമ്പോൾ ഒരു വാശിയും ദേഷ്യവും ഒക്കെ തോന്നും. പക്ഷേ ആ ദേഷ്യവും വാശിയും എത്ര സമയത്തേക്കാണ്? നമ്മളോട് ഇത് പറഞ്ഞവർ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് പോയി പോകും. പിന്നീടോ വീണ്ടും അവരെ കാണുമ്പോൾ അവർ പറഞ്ഞത് ഓർക്കും. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ, പരിശ്രമിക്കുന്നുണ്ടോ അതിനുവേണ്ടി? അവർ മുമ്പിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടാറുണ്ടോ? പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. എന്താണ് അവരങ്ങനെ പറഞ്ഞത്, എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത് എന്നോർത്ത് ചില നേരങ്ങളിലേക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? അവർ പറഞ്ഞത് അതല്ല സത്യമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവർ നമ്മളെ അങ്ങനെ തളർത്തിയെടുത്ത് നിന്നും നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, നമ്മൾ റേസ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്യണം, നമ്മളത് തെളിയിച്ചു കൊടുക്കണം, പിന്നീട് കോൺകർ ചെയ്യണം, നമ്മൾ വിജയിച്ച് കാണിക്കണം. ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന എത്രയോ മഹാന്മാർ, അവരൊക്കെ ഒറ്റ നിമിഷം കൊണ്ടാണോ ഈ നിലയിലേക്ക് എത്തപ്പെട്ടിരുന്നത്? മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ത്യ കണ്ട എക്കാലത്തെ നല്ല ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നത്തെ ഈ നിലയിലേക്ക് എത്താൻ എത്രത്തോളം കഷ്ടപ്പാടും കഠിനാധ്വാനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു TTE ആയിരുന്നു എന്ന്? അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നതിനോട് ഒരുപാട് പേർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എതിർപ്പുകളേക്കാൾ ഉപരി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ ജോലി നോക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി നോക്ക്, TTE ആയി കഴിഞ്ഞപ്പോൾ ഇനി ക്രിക്കറ്റ് വേണ്ട എന്ന് ഒരുപാട് പേര് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ക്രിക്കറ്റ് കളി എന്നുള്ളത്. അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മോർണിംഗിൽ പ്രാക്ടീസിന് വേണ്ടി പോകുമായിരുന്നു. 2003 ഇന്ത്യൻ ടീമിൽ ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം TTE ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിന് ഇന്ത്യ കണ്ട മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ ഉപരി നമ്മുടെ പ്രവൃത്തികളാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. മറ്റുള്ളവർക്ക് നോക്കിക്കാണുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ നമ്മൾക്ക് ചെയ്തു കാണിക്കാനോ? കഠിനമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തളർന്നു വീഴാൻ എളുപ്പമാണ്, പക്ഷേ അവിടെ നിന്ന് വീണ്ടും എഴുന്നേൽക്കുക എന്നുള്ളത് ഏറ്റവും കഠിനകരമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, പ്രയത്നിക്കുക. അദ്ദേഹത്തിന് അത് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? എന്തിനേറെ പറയുന്നു, കലാം സാറ് ഒരു പാവപ്പെട്ടവനായിരുന്നു. ന്യൂസ് പേപ്പർ വിറ്റ് നടന്നാണ് അദ്ദേഹം പഠിക്കാനുള്ള പണം പോലും സ്വരൂപിച്ചിരുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം, ഒരുപാട് യാതനകൾ അനുഭവിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ റിസൾട്ട് എന്തായിരുന്നു? അതിനുശേഷം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായിട്ട് വന്നു, സയൻറ്റിസ്റ്റായിട്ട് മാറി. അദ്ദേഹത്തിനൊക്കെ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? അവരൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. സാധാരണ മനുഷ്യരിൽ നിന്നുമാണ് അവർ ഇന്നത്തെ ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്, മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? എത്രത്തോളം എതിർപ്പുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം കുറ്റപ്പെടുത്തലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയെത്ര മഹാന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്രയെത്ര യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് അവർ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജാക്ക് മായെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ചൈനീസ് വ്യവസായത്തിൽ ഇപ്പോൾ ഏറ്റവും പേരുകേട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജാക്ക് മായെ ആദ്യഘട്ടങ്ങളിൽ 30 കമ്പനികളാണ് റിജക്റ്റ് ചെയ്തത്. ഒരു ഇൻ്റർവ്യൂ പോലും അദ്ദേഹം പാസ്സായിരുന്നില്ല. എന്തിനേറെ KFC ജോലി പോലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. 24-ൽ 23 പേർക്ക് ജോലി കിട്ടി. ആ 24ാമത്തെ വ്യക്തി ഇദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒരുപാട് പേർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി, കളിയാക്കി, ബിസിനസ് അദ്ദേഹത്തിന് പറ്റില്ല എന്നിവരെ പറഞ്ഞു. അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ ആഗ്രഹവും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു മനോധൈര്യവും ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലിരുന്ന് അലിബാബ സ്റ്റാർട്ട് ചെയ്തു. ഇന്നോ ലോകത്ത് വെച്ച് തന്നെ അറിയപ്പെടുന്ന കമ്പനികളിൽ ഒരു വലിയ കമ്പനിയായി അത് മാറി. 30 തവണ റിജക്റ്റ് ചെയ്ത ആൾ ഇന്ന് ബില്യണറാണ്. പിന്നെ എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കുന്നത്? ഈ വാക്ക് കേട്ടിട്ട് ഇനി നിർത്താൻ നിങ്ങൾ തയ്യാറാണോ? അതോ ഈ വാക്ക് കേട്ടിട്ട് ജയിക്കാനാണോ നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നത്? പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. വാക്കുകൾ കൊണ്ടല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത്, നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ആയിരിക്കണം. കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മഹാന്മാരോടൊപ്പം നിങ്ങളുടെ പേരും അവിടെ എഴുതി ചേർക്കപ്പെടാം. കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നിനക്ക് പറ്റില്ല എന്ന വായ കൊണ്ട് തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൈയടിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ പുച്ഛിച്ചവർ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങും.